ആത്മാവിൻ്റെ ഫലങ്ങൾ സ്നേഹം, ആനന്ദം, സമാധാനം, ക്ഷമ, ദയ, നന്മ, വിശ്വസ്തത, സൗമ്യത, ആത്മസംയമനം ഇവയാണ്. ഇവയ്ക്കെതിരായി ഒരു നിയമവുമില്ല. യേശുക്രിസ്തുവിനുള്ളവർ തങ്ങളുടെ ജഡത്തെ അതിൻ്റെ വികാരങ്ങളോടും മോഹങ്ങളോടും കൂടെ ക്രൂശിച്ചിരിക്കുന്നു. നമ്മൾ ആത്മാവിലാണ് ജീവിക്കുന്നതെങ്കിൽ നമുക്ക് ആത്മാവിൽ വ്യാപരിക്കാം. നല്ല ചിന്ത. ആശ്രമത്തിൽ 100-ലധികം സന്യാസിമാർ സന്തോഷത്തോടെ സമാധാനത്തോടെ കഴിഞ്ഞിരുന്നു. ഇതിനിടയിലാക്കിയാണ് നമ്മുടെ ആ പയ്യൻ പരാതിയും പരിഭവവും ആവലാതിയും മനസ്സമാധാനവും ഇല്ലായ്മയും ഉറക്കമില്ലായ്മയുമായി വന്നത്. ഗുരു, എനിക്ക് സന്തോഷമില്ല, സമാധാനമില്ല, മനസ്സമാധാനമില്ല, ഉറക്കമില്ല, എനിക്ക് ഞാൻ ഉപദേശം തന്നാലും. ഗുരു ഒന്ന് ചിരിച്ചു. ഇപ്പോൾ തരാൻ ഉപദേശമൊന്നുമില്ല. ഞാൻ കാടിനുള്ളിലെ മനോഹരമായ ഒരു സ്ഥലത്തേക്ക് പോവുകയാണ്. നിനക്ക് വേണമെങ്കിൽ അനുഗമിക്കാം എന്ന് പറഞ്ഞു. യുവാവ് താനും വരുന്നുണ്ടെന്ന് പറഞ്ഞു. ചിലപ്പോൾ അതുവഴി മനസ്സമാധാനം കിട്ടിയാലോ. അനുഗമിക്കുന്നുണ്ടെന്ന് പറഞ്ഞ യുവാവിനോട് ഗുരു മുന്നിൽ കണ്ട ഭംഗിയുള്ള തൂക്കുകല്ല് കാണിച്ചിട്ട് പറഞ്ഞു, അതെടുത്തോളൂ. കാടും കുന്നും ചേലകളും കടന്ന് അവർ മനോഹരമായ സ്ഥലത്തെത്തി. ഇതിനിടയ്ക്ക് ആ ദീർഘമായ ദൂരം കല്ലും ചുമന്ന് യുവാവ് വളരെ പണിപ്പെട്ടു. ഗുരു അത്യാവശ്യം നല്ല വേഗതയിൽ മുന്നിൽ നടന്നു. കുറേ ചുമലിൽ വെച്ച് കോരിയെടുത്ത് പിടിച്ചു, ഉടുതുണിയിൽ ചുറ്റിപ്പിടിച്ചു ഒക്കെ നടന്നു. ഇനിയൊരു രക്ഷയുമില്ല എന്ന് കണ്ട യുവാവ് അല്പം ദേഷ്യത്തോടെ ചോദിച്ചു, ഇനിയിത് എന്താണ് ചെയ്യേണ്ടത് ഗുരു? ഗുരു ചിരിച്ചുകൊണ്ട് പിറകിലേക്ക് യുവാവിനെ നോക്കി കുറച്ചു നേരം അടിമുടി നോക്കി പുഞ്ചിരിയോടെ പറഞ്ഞു, ഞാൻ നിന്നോട് ഈ കല്ല് എടുക്കാനേ പറഞ്ഞുള്ളൂ. ചുമന്ന് ഇത്രയിടം വരെ കൊണ്ടുവരാൻ പറഞ്ഞുവോ? നോക്കൂ, ആ കല്ല് കാരണം അയാളുടെ ശ്രദ്ധ മുഴുവൻ അതിലായിരുന്നു. അതുകൊണ്ട് മനോഹരമായ പൂക്കളോ ഒന്നും തന്നെ അയാൾക്ക് ശ്രദ്ധിക്കാൻ കഴിഞ്ഞില്ല. അയാളുടെ ശ്രദ്ധ മുഴുവൻ ആ കല്ലിലും അതിലും കൂടി വരുന്ന ഭാരത്തിലും അതിൻ്റെ ബുദ്ധിമുട്ടിലും അതിൻ്റെ ഉദ്ദേശവും അത് ചുമന്നതിൻ്റെ ലക്ഷ്യവും ഒക്കെ ആലോചിച്ച് അയാൾ പരിസരം പോലും മറന്ന് നടന്നു. കാഴ്ചകൾ കണ്ടില്ല, മനോഹരമായ ആ യാത്രയുടെ അനുഭൂതി അറിഞ്ഞില്ല. നോക്കൂ, ഇതുതന്നെയാണ് ജീവിതത്തിൽ നമുക്ക് സംഭവിക്കുന്നത്. എന്തിനെന്നോ ആർക്കെന്നോ അറിയാതെ എന്തൊക്കെയോ ആവശ്യമില്ലാത്തത് ചുമന്ന് ആരോ പറയുന്നത് കേട്ട് ആർക്കൊപ്പം ഒക്കെയോ പോകുന്നു. ഇതുമൂലം നമുക്ക് മനോഹരമായ ഈ ജീവിതയാത്ര ആസ്വദിക്കാൻ കഴിയാതെ മനസ്സും ശരീരവും വ്യതിച്ച് മുന്നോട്ട് പോകുന്നു. ജീവിതം ഉല്ലാസകരമാക്കണമെങ്കിൽ നമ്മൾ തന്നെ വിചാരിക്കണം, എന്തു ചുമക്കണം, എന്തിനു വേണ്ടി ചുമക്കണം, ആർക്ക് വേണ്ടി ചുമക്കണം എന്നൊക്കെ. ചിലത് മനോഹരമെന്നൊക്കെ തോന്നും, പക്ഷേ അതിൻ്റെ ഭാരമായിരിക്കും നമുക്ക് ഏറ്റവും ദുഃഖം തരുന്നത്. നമുക്ക് കൃത്യമായ ധാരണ ഉണ്ടായെങ്കിൽ ഈ യാത്ര മനോഹരം തന്നെ ആയിരിക്കും. പിരമിഡ് പരിവേഷകർ 3400 വർഷങ്ങൾക്ക് മുമ്പുള്ള തൂത്തൻ വാമൻ എന്ന ഫറോവയുടെ പിരമിഡ് പരിവേഷണം ചെയ്യുന്നതിനിടയിൽ 3400 വർഷങ്ങൾക്ക് ശേഷവും നശിക്കാതെ ഗോതമ്പ് മണികൾ കിട്ടി. കൗതുകം തോന്നിയ ഗവേഷകർ കുറച്ച് ഗോതമ്പ് മണികൾ എടുത്ത് മണ്ണിലിട്ട് നോക്കി. അതിന് വെള്ളം കൊടുത്തു. അത്ഭുതമെന്ന് പറയട്ടെ, 4-5 ദിവസങ്ങൾക്കുള്ളിൽ ഈ ഗോതമ്പ് മണി മുളപൊട്ടി. ഒന്ന് ആലോചിച്ച് നോക്കിക്കേ, ഈ ഗോതമ്പ് മണി എന്തിനു വേണ്ടി കാത്തിരിക്കുകയായിരുന്നു? 34 നൂറ്റാണ്ടുകളായി ഒന്ന് മുള പൊട്ടാൻ കാത്തിരിക്കുകയായിരുന്നു ആ ഓരോ ഗോതമ്പ് മണിയും. ഒരു ഗോതമ്പ് മണിയുടെ ഉള്ളിലെ മുള പൊട്ടാനുള്ള ആഗ്രഹം ഇത്രമേൽ തീവ്രമാണെങ്കിൽ എന്റെയും നിങ്ങളുടെയും ഉള്ളിൽ എന്തുമാത്രം മഹത്വത്തിന്റെ വിത്തുകൾ ഈശ്വരൻ ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ട്. ആ ഓരോ വിത്തുകളും മുള പൊട്ടാൻ കാത്തു നിൽക്കുന്നു. ഈ നമ്മുടെ ഉള്ളിലുള്ള ഈ വിത്തുകളെ
മുള പൊട്ടിക്കാൻ കഴിയുമ്പോഴാണ് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് വിജയത്തെ കൊയ്തെടുക്കാൻ കഴിയുന്നത്. ഒരു നല്ല ചിന്ത. എല്ലാം ഫീലിംഗ് തോട്ട്ഫുൾ. എല്ലാം ആയിരുന്നു എന്ന് കരുതിയിടത്തു നിന്നും ഒന്നുമല്ലായിരുന്നു എന്ന് ബോധ്യപ്പെടുന്നിടത്ത് മനുഷ്യർ തകർന്നു പോകും. ചേർത്ത് പിടിച്ചവർ പലരും ചേർന്ന് നിന്നതല്ലെന്നും അഹം കൊണ്ട് അകന്നു നിന്നുകൊണ്ട് പുറമേ ചേർന്ന് അഭിനയിച്ചതാണെന്നും തിരിച്ചറിയുന്നൊരു നിമിഷം ആർക്കാണ് താങ്ങാനാവുക? പ്രകടിപ്പിച്ചതൊന്നും സ്നേഹമായിരുന്നില്ലെന്നും അവരുടേതായ നേട്ടങ്ങൾക്ക് വേണ്ടി അരങ്ങേറിയൊരു നാടകത്തിലേക്ക് നമ്മളെയും വേഷം കെട്ടിക്കുകയായിരുന്നു എന്നും തിരിച്ചറിയുന്നിടത്ത് മനുഷ്യർ ചിലപ്പോൾ മനുഷ്യരല്ലാതാകും. പ്രിയപ്പെട്ടവരെന്ന് നമ്മൾ വിശ്വസിക്കുന്ന പലരുടെയും ജീവിതത്തിൽ ചെരുപ്പ് പോലെയാണ്. നമുക്കുള്ള സ്ഥാനമെന്ന് തിരിച്ചറിയുന്നത് പലപ്പോഴും ഏറെ വൈകിട്ടാവും. കല്ലുമുള്ളും നിറഞ്ഞ വഴികളിലൊക്കെയും തരുമ്പ് പോലും മുറിവേൽക്കാതെ കാത്തു സൂക്ഷിച്ച് കരുതലായി നിന്നുകൊണ്ട് വേദനകളെയൊക്കെ സ്വയം ഏറ്റുവാങ്ങുന്നു. മുറികൾ ഏറ്റുവാങ്ങുന്ന ചെരുപ്പിന് പക്ഷേ ലക്ഷ്യത്തിലെത്തുമ്പോൾ പടിക്ക് പുറത്താണല്ലോ സ്ഥാനമുണ്ടാവുക. അറിഞ്ഞുകൊണ്ട് ആരുടെയും ചെരുപ്പുകളാവാതിരിക്കുക. എവിടെയെങ്കിലും നമ്മുടെ വേഷം ചെരുപ്പിൻ്റേതാണെന്ന് തിരിച്ചറിയുന്ന നിമിഷം പുറത്താക്കും മുമ്പ് പടി ഇറങ്ങുക. ആത്മാഭിമാനം ഒരിക്കൽ പണയം വെച്ചാൽ അതിൻ്റെ വില അവിടെ അവസാനിക്കും. തനിച്ചാണെങ്കിലും തലയുയർത്തി നിൽക്കാൻ ആത്മാഭിമാനത്തിൻ്റെ പിൻബലമുണ്ടായാൽ മതി. കടപ്പാട്. എല്ലാവരെയും സ്നേഹിക്കുക. പ്രതിഫലം മിക്കവാറും വേദനയായിരിക്കും. എന്നാലും കൊടുക്കുന്നതിനേക്കാൾ കൂടുതൽ എവിടെ നിന്നെങ്കിലും തിരിച്ചു കിട്ടാതിരിക്കില്ല. തളർത്തുക എന്നത് മാത്രമാണ് ചിലരുടെ ഉദ്ദേശമെങ്കിൽ അത് മറികടക്കുക എന്നതാണ് നമ്മുടെ ലക്ഷ്യം. കുറെ മാസങ്ങളായിട്ട് എല്ലാ ദിവസവും രാവിലെ പോസ്റ്റ് ചെയ്യാറില്ലേ വീഡിയോ ഇല്ലേ? ഇത് എന്തൊക്കെ തിരക്കുണ്ടെങ്കിൽ പോലും ഒരു ദിവസം പോലും മുടങ്ങാതെ പോസ്റ്റ് ചെയ്യുന്ന എന്താണെന്നറിയാം? ചിലപ്പോൾ യാത്ര പോകുന്ന സമയത്ത് എന്നോട് ഒരുപാട് ആളുകൾ പറഞ്ഞിട്ടുണ്ട്, എല്ലാ ദിവസവും രാവിലെ ഈ വീഡിയോ കേൾക്കുന്ന ഒരു സുഖമാണ്, അന്നത്തെ ജീവിതത്തിന് ഒരു എനർജിയാണ് എന്ന് പറയാറുണ്ട്. ഞാൻ എന്താ ചെയ്യാറെന്നറിയോ? എല്ലാ ദിവസവും രാവിലെ ഒരു പുസ്തകത്തിലെ താളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഇത്തരം ഒരു മോട്ടിവേറ്റിംഗ് ആയിട്ടുള്ള ഒരു ഭാഷ വായിക്കും. ഇന്ന് രാവിലെ വായിച്ച ഇതാണ്, കേട്ടോളൂ. ഓരോ പ്രഭാതവും പ്രകാശമുള്ള പുഞ്ചിരിയോടെ ഉണരുക. നിരവധി അവസരങ്ങൾ ഒരുക്കി കാത്തിരിക്കുന്ന പുതിയ ദിവസത്തെ ആദരവോടെ അഭിവാദ്യം ചെയ്യുക. തെളിഞ്ഞ മനസ്സോടെ തൊഴിലിനിറങ്ങുക. ഏറ്റവും നിസ്സാരമായ കാര്യം ചെയ്യുമ്പോൾ പോലും അതിൻ്റെ ആത്യന്തികമായ ഉദ്ദേശം അറിയുക. ആളുകളെ നിറഞ്ഞ ചിരിയോടെയും ഹൃദയം തുളുമ്പുന്ന സ്നേഹത്തോടെയും സ്വീകരിക്കുക. ഓരോ നാഴികയും സൗമ്യത, ദയ, മര്യാദ ഇവ പാലിച്ചുകൊണ്ട് ജീവിക്കുക. സ്വന്തം ജോലി നന്നായി ചെയ്തതിൻ്റെ തളർച്ചയോടെ രാത്രി സുഖമായിട്ടുറങ്ങുക. ഇങ്ങനെയാണ് ഞാൻ എൻ്റെ ദിവസങ്ങൾ വിവേകപൂർവം ധൂർത്തടിക്കാൻ ആഗ്രഹിക്കുന്നത്. തോമസ് ഡെക്കറുടെ വരിയാണ്. മനോഹരമല്ലേ? അപ്പോൾ ഓരോ ദിവസവും ധൂർത്തടിക്കാൻ വേണ്ടിയിട്ട് ഇതൊന്ന് പാഠമാക്കിക്കോളൂ കേട്ടോ. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് പ്രാർത്ഥനയോടെ ഗുഡ് മോർണിംഗ്.